Hello students, today we will see Fresnel's biprism. So in the last class we have discussed how we can produce coherent sources, and we have discussed different classes of interference, that is interference by division of wavefront and interference by division of amplitude. So this device forms a interference pattern by division of wavefront. So here we will see how it happens. So biprism consists of two prisms of very small refracting angles joined base to base. രണ്ട് ചെറിയ പ്രിസംസ് ആണ് ബൈപ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് ചെറിയ പ്രിസം ബേസ് ടു ബേസ് ജോയിൻ ചെയ്തതാണ് ഒരു ബൈപ്രിസം. അതിൻ്റെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ it will have two angles that is 30 minutes and 30 minutes, and there will be obtuse angle of 179. So 30 minutes plus 30 minutes will be 1 degree plus 179 degree will be 180 degree. അങ്ങനെയാണ് ഒരു ഈ പ്രിസം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ ബൈപ്രിസത്തിൽ രണ്ട് പ്രിസം ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഒരു പ്രിസം that prism will be making a refracted ray. When a light ray goes through a prism, it will get refracted. അല്ലേ, നമുക്കറിയാം ഒരു ലൈറ്റ് റേ ഇങ്ങനെ നേരെ പോകുന്ന ലൈറ്റ് റേ ഈ പ്രിസത്തിലൂടെ പോകുന്ന സമയത്ത് അത് ബെൻഡ് ചെയ്തിട്ട് ഇതാണ് ഞങ്ങളുടെ എമർജൻറ്റ് റേ. ഈ എമർജൻറ്റ് റേയും റേയുടെ ഡയറക്ഷനും നമുക്ക് ഈ ഡയറക്ഷൻ നമുക്ക് പുറകോട്ട് ഇങ്ങനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ നമുക്ക് കാണാം. ഈ എമർജൻറ്റ് റേയുടെ ഡയറക്ഷനും ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ദാറ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ടെൽസ് യു ഹൗ മച്ച് ദ റേ ഈസ് ഡീവിയേറ്റഡ്. എത്രത്തോളം ഡീവിയേഷൻ ഈ പ്രിസം ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം യു ഹാവ് ടു prisms which are joined base to base. അപ്പോൾ ഇവിടുത്തെ അപ്പർ പോർഷനുള്ള അപ്പർ പ്രിസം ഒരു ഡീവിയേഷൻ ഉണ്ടാക്കും, ആൻഡ് ദ റേ വിൽ ബി റിഫ്രാക്റ്റഡ് ഡൗൺ. ആ റേനെ നമുക്ക് ബാക്കിലോട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ലൈറ്റ് കമ്മിങ് ഫ്രം എ സോഴ്സ് S1. ദിസ് സോഴ്സ് S1 നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റഡ് ഇമേജ് ഓഫ് ദി സോഴ്സ് S എന്ന് പറയാം. സോഴ്സ് എസിൻ്റെ റിഫ്രാക്റ്റഡ് ഇമേജ് ആണിത്. ഓക്കെ, ഇപ്പോൾ സോഴ്സ് എസിൻ്റെ റിഫ്രാക്റ്റഡ് ഇമേജ് ആയിട്ട് S1 കാണാൻ പറ്റും. അതേപോലെ ഈ താഴെയുള്ള പ്രിസം ലോവർ പോർഷൻ ഓഫ് ദി ബൈപ്രിസം ഈ റേനെ മേലോട്ടേക്കാണ് റിഫ്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് റേയുടെ ഇങ്ങോട്ടേക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രാക്റ്റഡ് ഇമേജ് ഓഫ് ദി സോഴ്സ് എസ് കാണാം. അത് S2 ആണ്. ഇത് ഈ S1ഉം S2 എന്തായിട്ട് ആക്ട് ചെയ്യും, കോഹറൻറ്റ് സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഹിയർ ദ റിഫ്രാക്റ്റഡ് ഇമേജസ് ഓഫ് ദി സോഴ്സ് S വിൽ ആക്ട് ആസ് എ കോഹറൻറ്റ് സോഴ്സസ്. അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് റേ എന്തായിരിക്കും, കോഹറൻറ്റ് ലൈറ്റ് വേവ്സ് ആയിരിക്കും. ഈ രണ്ട് ലൈറ്റ് റേസും കോഹറൻറ്റ് ലൈറ്റ് റേസ് ആയിരിക്കും, ആൻഡ് ദീസ് ടു റേസ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേസും ഇൻ്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലേക്ക് പോവുകയാണ്. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ബൈപ്രിസം. ഈ ബൈപ്രിസം ഇവിടെ വെച്ചിട്ടുണ്ട്, ആൻഡ് യു ഹാവ് ദ സോഴ്സ് എസ്. അപ്പോൾ സോഴ്സ് എസ് ഇതാണ്. ഈ സോഴ്സ് എസ് ലൈറ്റ് റേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ലൈറ്റ് റേസ് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് ഇവിടെ ഇയിലെത്തുന്നു. അതായത് ഇത് ശരിക്കും നേരെ ഇങ്ങോട്ടേക്ക് പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു. ഇറ്റ് ഗെറ്റ്സ് ഡൗൺ അല്ലേ, ഇതിങ്ങനെ പോകുന്നതിന് പകരം ഇത് ഡൗൺ ബെൻഡ് ചെയ്ത് താഴേക്ക് വരുന്നു, ആൻഡ് ഇറ്റ് റീച്ചസ് ദ പോയിന്റ് ഇ. പിന്നുള്ളത് നോക്കൂ, ഇവിടെ ഈ ലൈറ്റ് റേ ഇവിടുന്ന് ഈ ലൈറ്റ് റേ ഇവിടെയല്ല, സോറി, ഈ ലൈറ്റ് റേ ആണ്. ഈ ലൈറ്റ് റേ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ആണത്. അപ്പർ പോർഷനിൽ ഈ പ്രിസത്തിൻ്റെ അപ്പർ പോർഷനിൽ ആദ്യം തന്നെ ഇവിടെ ഈ ലൈറ്റ് റേ, പിന്നെ ഇവിടെ വരുന്ന ഈ ലൈറ്റ് റേ ഈ അപ്പർ പോർഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു, ബിറ്റ് ബെൻഡ്സ് ഡൗൺ ആൻഡ് റീച്ചസ് ദ പോയിന്റ് ഡി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇയും ഡിയും ആണ്
നമുക്ക് താഴേക്ക് ഇതിന് ശരിക്കും ഒറിജിനൽ ഡയറക്ഷൻ താഴേക്ക് ബെൻഡ് ചെയ്തിട്ട് 2 റേസ്. ദീസ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം ദി അപ്പർ പോർഷൻ ഓഫ് ദി ബൈപ്രിസം ആൻഡ് ഇഫ് യു എക്സ്ട്രാപ്പുലേറ്റ് ദീസ് ലൈറ്റ് റേസ് ഇങ്ങോട്ടേക്ക് ബാക്കോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് റീച്ചസ് ദ പോയിന്റ് S1. സോ അറ്റ് S1 you can see that a refracted image of the source S is formed at S1. അതേപോലെ നോക്കിയാൽ കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ താഴത്തെ പോർഷൻ ലോവർ പാർട്ട് ഓഫ് ദി ബൈപ്രിസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, ഈ ലൈറ്റ് റേ ഇവിടുന്ന് വന്നിട്ട് ശരിക്കും താഴോട്ട് പോകേണ്ടതാണ്, ഇത് ബെൻഡ്സ് അപ്പ്. ഇത് ഇങ്ങനെ പോകേണ്ട ഡയറക്ഷനിൽ ഇത് മേലോട്ടേക്ക് പോയത്, അപ്പോൾ ഇത് റീച്ചസ് ദ പോയിന്റ് F. അതേപോലെ ഇവിടെയുള്ളത് താഴേക്ക് പോകേണ്ടതാണ്, ഇറ്റ് ഗോസ് അപ്പ്, ഇറ്റ് റീച്ചസ് ദ പോയിന്റ് A. സോ ഏതൊക്കെയാണ് എയും എഫും നമുക്ക് പുറകിലോട്ട് വരച്ചു കഴിഞ്ഞാൽ യു കെൻ സീ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ പോയിന്റ് S2. സോ S2 വിൽ ആക്ട് ആസ് എ റിഫ്രാക്റ്റഡ് ഇമേജ് ഓഫ് ദി സോഴ്സ് S. അപ്പോൾ ഇവിടെ S1ഉം S2ഉം ഒരേ ലൈനിലാണ് ഉണ്ടാവുക. ആൻഡ് S1 ആൻഡ് S2 വിൽ ആക്ട് ആസ് കൊഹറൻറ്റ് സോഴ്സസ്. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഈ ഇവിടെ വരുന്ന എല്ലാ ലൈറ്റ് റേസും എന്തായിരിക്കും? കൊഹറൻറ്റ് റേസ് ആയിരിക്കും. പക്ഷെ നോക്കൂ, ഇവിടെ നമുക്ക് ഇൻ്റർഫറൻസ് ബാൻഡ് കിട്ടുക ഈ ചെറിയ പോർഷനിൽ മാത്രമാണ്. ബിക്കോസ് എന്താണ്, S1 എന്നുള്ള ലൈറ്റ് റേസും S2 എന്നുള്ള ലൈറ്റ് റേസും രണ്ടും ഇൻസിഡൻറ്റ് ചെയ്യുന്ന പോർഷനായിട്ട് നമുക്ക് അറിയാം ഈ എഫ് മാത്രമേ ഉള്ളൂ, ഈ പോർഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AE എന്നുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, S1 എന്ന് വരുന്ന ലൈറ്റ് റേ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. S2 എന്ന് വരുന്ന ലൈറ്റ് റേസ് മാത്രമേ ഉള്ളൂ EF എന്നുള്ള പോർഷനിലുള്ളൂ. S1 എന്നുള്ളതില്ല. ഈ S1 എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ E എന്നാണ്. AE എന്നുള്ള പോർഷനിൽ S2 എന്നുള്ള ലൈറ്റ് റേസ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, S1 എന്നുള്ള ലൈറ്റ് റേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. S2 എന്നുള്ള ലൈറ്റ് റേസ് ഇവിടുന്ന് മേലോട്ടേക്കാണ്. അപ്പോൾ രണ്ടും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന റീജിയൻ എന്ന് പറയുന്നത് EF മാത്രമേ ഉള്ളൂ. സോ യു വിൽ ബി ഏബിൾ ടു സീ alternate bright and dark fringes in the region EF. ഇവിടെ O എന്നുള്ള പോയിന്റ് എന്തായിരിക്കും? O എന്നുള്ള പോയിന്റ് ഇവിടെ S1 എന്നുള്ള ഡിസ്റ്റൻസും S2 എന്നുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് പോയിന്റ് O will have a bright band. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ബ്രൈറ്റ് ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഒരുപോലെ ആയിരിക്കും, ഡാർക്ക് ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ S1 എന്നുള്ള റേയും S2 എന്നുള്ള റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതുപോലെ ഇവിടെ തീറ്റയാണ്. ദിസ് ഈസ് ദ ഈ ആംഗിൾ നമ്മൾ നോക്കാം, വഴിയെ വരും, അതിപ്പം പറയാം. പിന്നെ ഇവിടെ നോക്കൂ, ബ്രൈറ്റ് ബാൻഡ്സ് ബ്രൈറ്റ് ആൻഡ് alternate ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ്, ദാറ്റ് ഈസ് ദ ഇൻ്റർഫറൻസ് ബാൻഡ്സ് ആണ്. ഈ ബാൻഡ്സ് ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് കാണാൻ പറ്റും. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ബാൻഡോ അല്ലെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡാർക്ക് ബാൻഡോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ബാൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബീറ്റ. അപ്പം ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയും. ഇനി ഇവിടെ വേറെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുള്ളത്, ഈ കൊഹറൻറ്റ് സോഴ്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d. സ്മോൾ d ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കൊഹറൻറ്റ് സോഴ്സസ്. പിന്നെ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് ഈ കൊഹറൻറ്റ് സോഴ്സസും അല്ലെങ്കിൽ കൊഹറൻറ്റ് സോഴ്സും നിങ്ങൾ റിയൽ സോഴ്സും നിങ്ങൾ ഈ വെർച്വൽ സോഴ്സും ഒക്കെ കൊളീനിയർ ആണ്. സോ ഈ സോഴ്സസ് ഒക്കെ തമ്മിൽ, ഈ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D. ഓക്കെ, സോഴ്സസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആയിരിക്കും. പിന്നെ ഇവിടെ ഈ സോഴ്സസും ബൈപ്രിസവും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ a. അതുപോലെ ഈ ബൈപ്രിസവും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ b ആയിരിക്കും. സോ ക്യാപിറ്റൽ D വിൽ ബി ഈക്വൽ ടു A പ്ലസ് B ആയിരിക്കും. ഓക്കെ, ഈ വെർച്വൽ സോഴ്സസും ബൈപ്രിസവും തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് ബൈപ്രിസം ടു സ്ക്രീൻ, ആ ഡിസ്റ്റൻസ് തമ്മിൽ രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കൊഹറൻറ്റ് സോഴ്സസ് ആൻഡ് ദി സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയാനുള്ളത്. പിന്നെ ഇവിടെ ആൽഫ ആണ് ഇതിൻ്റെ ആംഗിൾ, ഈ പ്രിസത്തിൻ്റെ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ സി the equation for fringe width, that is beta equal to lambda d by small d, and here capital D is A plus B. Okay, ഇനി നമ്മൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കാണാൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ ഫൈൻഡിങ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്.
അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോർമുല നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു ബീറ്റ സ്മോൾ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി. Beta small d divided by capital D will give you the expression for wavelength lambda. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനുള്ള സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ആദ്യം നമുക്ക് ഓരോ ടേമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ കാണണം? ലാംഡ കാണുമെങ്കിൽ ബീറ്റ അറിയണം, സ്മോൾ ഡി അറിയണം, ക്യാപിറ്റൽ ഡി അറിയണം. അപ്പോൾ ക്യാപിറ്റൽ ഡി നമുക്കിവിടെ ഈ സെറ്റപ്പിൽ നിന്ന് നേരെ കാണാം. നമുക്കിവിടെ ഒരു സോഴ്സ് ഉണ്ട്, വലിയൊരു സോഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ട സോഴ്സിന് വേണ്ടിയിട്ട് ഒരു പോയിൻറ്റ് സോഴ്സ് ആക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ സോഴ്സ്. ഇതാണ് നിങ്ങളുടെ സോഴ്സ്. ഇവിടെയാണ് ബൈപ്രിസം ഉണ്ട്, പിന്നെ 2 ലെൻസസ് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ വഴിയെ കാണും. ആൻഡ് യു ഹാവ് ദ ഐ പീസ്. ഇവിടെ സ്ക്രീനിന് പകരം നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസാണ്. ആ ഐ പീസിലാണ് നിങ്ങൾ ഈ ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ പീസ് ആൻഡ് ദി സോഴ്സ്, അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് ദി സ്ക്രീൻ എന്ന് പറയാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് സ്മോൾ ഡിയും അതുപോലെ ബീറ്റയാണ്. നമുക്കിനി ബീറ്റ കാണാൻ നോക്കാം. ബീറ്റ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഈ 2 ലെൻസസ് ഒന്നും ആദ്യം വേണ്ട. യു ഹാവ് എ സോഴ്സ്, യു ഹാവ് ദ ബൈപ്രിസം, and the biprism will produce interference pattern and you will be able to see the interference fringes on the screen. അല്ലേ, സോഴ്സ് ലൈറ്റ് ഓൺ ചെയ്യുക, ലൈറ്റ് റേസ് വരും, ഇതിലൂടെ വരും, ബൈപ്രിസത്തിൽ വീഴും, ആൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഫ്രിഞ്ചസ് കിട്ടും. ഈ ലെൻസസ് വേണ്ട കേട്ടോ, ഈ ലെൻസ് ഇപ്പോൾ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, ബ്രൈറ്റ് ആൻഡ് ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും ഫ്രിഞ്ചസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ആ ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് കാണണം. ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് കാണാൻ വളരെ ചെറിയ ഫ്രിഞ്ചസ് ആണെങ്കിൽ നമുക്ക് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ഫ്രിഞ്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ വാട്ട് വിൽ യു ഡു? നമ്മൾ ആദ്യത്തെ ഒരു ഏതെങ്കിലും ഫ്രിഞ്ച് ഫോക്കസ് ചെയ്യുക. ആ ഫ്രിഞ്ചിൻ്റെ വാല്യൂ, ആ ഫ്രിഞ്ചിൻ്റെ സമയത്തുള്ള മൈക്രോസ്കോപ്പിൻ്റെ റീഡിങ് എടുക്കുക. ദാറ്റ് യു വിൽ റൈറ്റ് ഇറ്റ് ആസ് x0 കഴിഞ്ഞിട്ട് നമ്മൾ അത് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വാല്യൂ എടുക്കുക. ബ്രൈറ്റ് ഫ്രിഞ്ച് x0 എടുക്കുക. പിന്നെ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ 10 ഫ്രിഞ്ചസ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ സ്ക്രൂ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫീൽഡ് ഓഫ് ക്രോസ് വയറിനെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര 10 ഫ്രിഞ്ചസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ച് എടുക്കുക. ദാറ്റ് വിൽ ബി xn, 10th ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇത് 0th 10th ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക ആൻഡ് ഡിവൈഡ് ബൈ 10. That will give you the fringe width. ഓക്കെ, അതാണ് നമുക്ക് 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫ്രിഞ്ചസിൻ്റെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ കാണാൻ പറ്റുക. ബീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ഫ്രിഞ്ചസ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ക്രോസ് n ഫ്രിഞ്ചസ്, അതാണ് മേലെ ഉള്ളത് xn മൈനസ് x0 ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ദാറ്റ് ക്രോസ് ദ ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് ദി ഐ പീസ്. ദാറ്റ് വിൽ ബി n. xn മൈനസ് x0 ബൈ n will give you the fringe width. അപ്പോൾ നമുക്കിപ്പം ബീറ്റ കിട്ടി, ക്യാപിറ്റൽ ഡി കിട്ടി. ഇനി നമുക്ക് സ്മോൾ ഡി കാണാം. സ്മോൾ ഡി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ലെൻസസ് ഒക്കെ വെച്ചത്. അപ്പോൾ ലെൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്മോൾ ഡി കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഈ ഫസ്റ്റ് പൊസിഷനാണ് L1 എന്ന് കാണിക്കുന്നത്, സെക്കൻഡ് പൊസിഷനാണ് L2. ഒരൊറ്റ ലെൻസേ ഉള്ളൂ, 2 ലെൻസ് ഇല്ല. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് L1ഉം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് L2. ഓക്കെ, അപ്പോൾ ഈ 2 പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ L1 വെച്ചിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു വിൽ ഹാവ് ദ സോഴ്സസ് ആൻഡ് ദെൻ യു ഹാവ് ദ ബൈപ്രിസം, ദെൻ യുവർ ലെൻസ് ഈസ് അറ്റ് L1. പിന്നെ നമ്മൾ സ്ക്രീൻ ഇവിടെ കാണും. സ്ക്രീൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ ലൈറ്റ് ഓൺ ചെയ്തു, ബൈപ്രിസം വെച്ചു, ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ല കാണുക. ഇൻസ്റ്റെഡ് യു വിൽ ബി ഏബിൾ ടു സീ ദ ഇമേജ് ഓഫ് ദി സോഴ്സസ്. ആ സോഴ്സസിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. അതിന് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ D1 ആയിട്ട് എടുക്കാം. ഓക്കെ, D1 ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഇൻ ദ ഐ പീസ് ഓഫ് ദി സോഴ്സസ്. എസിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റാണ് D1. ഓക്കെ, വെൻ യുവർ ലെൻസ് ഈസ് അറ്റ് L1. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ സോഴ്സും നിങ്ങൾ ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് U ആയിട്ട് എടുക്കുക.
അതുപോലെ ഈ ലെൻസും നിങ്ങളുടെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് വി ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും. ഓബ്ജക്റ്റാണ് സോഴ്സ്, വി എന്ന് പറയുന്നത് ഇമേജ് ആയിട്ട് ഐ പീസിലല്ലേ ഇമേജ് ഉണ്ടാകാം. സോ വി ഇസ് ദ ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ബൈ യു എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. വി ബൈ യു ഇസ് ഈക്വൽ ടു d1/d, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ, നമുക്കറിയുന്ന കാര്യം തന്നെ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ വി ബൈ യു ഇസ് ഈക്വൽ d1/d എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ലെൻസിനെ മൂവ് ചെയ്തിട്ട് L2 എന്നുള്ള പൊസിഷനിലെത്തി. L2 എന്നുള്ള പൊസിഷനിൽ അഗെയിൻ യു വിൽ ബി ഏബിൾ ടു സീ ദി ഇമേജ് ഓഫ് ദി സോഴ്സസ്. എല്ലാ പൊസിഷനിലും കാണാൻ പറ്റില്ലേ, ഈ L1ഉം L2 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ്റെ കാണാം. ഇതൊരു ഈ ലെൻസിൻ്റെ ഫോക്കസാണ്, ഫോക്കസിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എല്ലാ പൊസിഷനിലും നമ്മൾ ലെൻസ് വെച്ചിട്ട് ഒരു സോഴ്സിൻ്റെ ഇമേജ് കാണുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പൊസിഷനിലും നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റില്ല, ഡെഫിനറ്റ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ L1ഉം L2 എന്ന് പറയുന്നത് നമുക്ക് പറയാം കോൺജുഗേറ്റ് പൊസിഷൻസ് എന്ന് പറയാം. അതായത് ഇവിടെ എന്താ ഉണ്ടാവുക, L2ൽ നമുക്ക് എഗെയിൻ ഇമേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ d2 ആണ്. ഇവിടെ എസിൻ്റെ d ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയും മാഗ്നിഫിക്കേഷൻ പറയാം, ഇമേജ് ഹൈറ്റ് ബൈ ഓബ്ജക്റ്റ് ഹൈറ്റ് എന്നിട്ട് d2/d എന്ന് പറയാം. d2/d തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് നമുക്കറിയാം, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. സോ ഇമേജ് ഡിസ്റ്റൻസ് തന്നെ നമുക്ക് v1 എന്ന് പറയാം, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നെ u1 എന്ന് പറയാം. സോ ദാറ്റ് v1 വിൽ ബി ഈക്വൽ ടു u ആയിരിക്കും. നേരത്തെ തന്നെയുള്ള കേസിലുള്ള u ആയിരിക്കും ഇവിടുത്തെ v1. പുതിയ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിലെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ u1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യത്തെ കേസിൽ വിക്ക് ഈക്വൽ ആയിരിക്കും. സോ v1/u1 വിൽ ബി ഈക്വൽ ടു u/v. നമുക്കിവിടെ v1/u1 ഇസ് ഈക്വൽ ടു d2/d എന്ന് പറയാം. സോ ആൻഡ് v1/u1 ഇസ് ഈക്വൽ ടു u/v ആയിരിക്കും. ഓക്കെ, സോ ഈ പോയിൻറ്റ്സ് നമുക്ക് L1ഉം L2 എന്ന് പറയുന്നത് കോൺജുഗേറ്റ് പോയിൻറ്റ്സ് എന്ന് പറയും. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് മാറും, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് മാറും രണ്ടിൻ്റെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ പുതിയ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് പറയുന്നത് പഴയ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. സോ v1ന് പകരം നമുക്ക് u എഴുതാം, അതുപോലെ u1ന് പകരം v എന്ന് എഴുതാം. ഇനി ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, v/u ഇൻറ്റു u/v ഇസ് 1 അല്ലേ. ഇത് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ d1 d2 ഡിവൈഡ് ബൈ d² എന്ന് കിട്ടും. സോ d1 d2/d² ഇസ് ഈക്വൽ ടു 1. അതൊന്ന് d ഈക്വൽ ടു √ ഓഫ് d1 d2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിയുടെ വാല്യൂം കിട്ടി, ബീറ്റ ഈക്വൽ ടു. സോ ഇവിടുന്ന് നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു എന്താ പറയുക, ലാംഡ ഇസ് ഈക്വൽ ടു ബീറ്റ d/D. ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചു, ഐ പീസിൽ നിന്ന് മൈക്രോസ്കോപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. സ്മോൾ d ഇസ് √ ഓഫ് d1 d2 എന്ന് പറയാം. ക്യാപിറ്റൽ D നമുക്ക് നേരത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ d ഈക്വൽ ടു √ ഓഫ് d1 d2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഈ ബൈപ്രിസത്തിൻ്റെ പാരാമീറ്റേഴ്സും കൂടെ നമ്മൾ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഈ d എന്ന് പറയുന്നത് എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ. അതായത് ഓബ്ജക്റ്റിൻ്റെ d എന്ന് പറഞ്ഞാൽ എന്താണ്, S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. രണ്ട് പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, S1ഉം S2 ഉണ്ടാവില്ലേ, രണ്ട് കോഹറൻറ്റ് സോഴ്സസ് ഉണ്ടാവില്ലേ, ആ രണ്ട് കോഹറൻറ്റ് സോഴ്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഈ d1 എന്ന് പറയുന്നത് എന്താണ്, കോഹറൻറ്റ് സോഴ്സസ് ഉണ്ടാവും. ആ കോഹറൻറ്റ് സോഴ്സസ് തമ്മിലുള്ള ഇവിടെ നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ഈ രണ്ട് റിഫ്രാക്റ്റഡ് ഇമേജസിൻ്റെ ആണ് ഇവിടെ വരുന്നത്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് d1. ഇവിടെ ഈ എസിന് പകരം ഇവിടെ ശരിക്കും ബൈപ്രിസം വയ്ക്കുന്ന സമയത്ത് കോഹറൻറ്റ് സോഴ്സസ് ഈ ബൈപ്രിസം റിഫ്രാക്റ്റഡ് ഇമേജസ് ഉണ്ടാക്കും. ആ റിഫ്രാക്റ്റഡ് ഇമേജസിൻ്റെ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന റിഫ്രാക്റ്റഡ് ഇമേജസ് ആണ്. ഇവിടെ റിഫ്രാക്റ്റഡ് ഇമേജസ് ഉണ്ടാവും. ആ റിഫ്രാക്റ്റഡ് ഇമേജസിൻ്റെ ഇമേജാണ് ഇവിടെ ഐ പീസ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ് d1. അതേപോലെ ഇവിടെയും ഈ പൊസിഷനിലെത്തുന്ന സമയത്തും നിങ്ങളിവിടെ ഈ ബൈപ്രിസം ഉണ്ടാക്കിയ കോഹറൻറ്റ് എന്താണ് റിഫ്രാക്റ്റഡ് ഇമേജസ്, അതായത് നമ്മളിപ്പോഴത്തെ കോഹറൻറ്റ് സോഴ്സസ്, ഈ റിഫ്രാക്റ്റഡ് ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d2. d2 ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും, നമുക്കറിയാം d ആണ്. അതിൻ്റെ ഇമേജ് ഈ ലെൻസ് ഉണ്ടാക്കുമല്ലോ, അതാണ് d2 എന്ന് പറയുന്നത്. നമ്മൾ രണ്ട്
കൊഹറൻറ്റ് സോഴ്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ രണ്ട് റിഫ്രാക്റ്റഡ് ഇമേജസ്, എസിൻ്റെ രണ്ട് റിഫ്രാക്റ്റഡ് ഇമേജസ് ആയിട്ടുള്ള S1 ഉം S2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ ഇപ്പോൾ D എന്ന് പറയുന്നത് നമുക്ക് ഇത് രണ്ടും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കൊഹറൻറ്റ് സോഴ്സസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ഇമേജസ് ഓഫ് S ആൻഡ് S, റിഫ്രാക്റ്റഡ് ഇമേജസ് ഓഫ് S, ദാറ്റ് ഈസ് S1 ആൻഡ് S2 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ കണ്ടു, ഈ ഇതൊരു ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ. if you have a prism, it will produce a deviation. That deviation will be equal to mu minus 1 into alpha. Alpha അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ യൂഷ്വലായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ D is equal to mu minus 1 into A എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഡെൽറ്റ is equal to mu minus 1 into A. mu minus 1 into A അല്ല, ഇവിടെ ആൽഫ is the refracting angle. നമ്മൾ 30 minutes എന്നൊക്കെ വരുന്നത്. ആൽഫ is the refracting angle of the prism. It is seen that delta is equal to theta by 2. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തീറ്റ ബൈ 2 ആണ് ഈ ഡെൽറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് ഏതാണ്? തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ, അതായത് S1 എന്നുള്ള ലൈറ്റ് റേയും S2 എന്നുള്ള ലൈറ്റ് റേയും S1 എന്നുള്ള ലൈറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. S1 എന്നുള്ള ലൈറ്റ് റേയും S2 എന്നുള്ള ലൈറ്റ് റേയും ഈ when it is going very close to the baseline, അത് ആ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ തീറ്റ is equal to ഡെൽറ്റ ബൈ 2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണത്. ഡെൽറ്റ is equal to തീറ്റ ബൈ 2. അപ്പോൾ D സ്മോൾ ആണെങ്കിൽ D is equal to A തീറ്റ എന്ന് പറയും. അതെങ്ങനെയാണെന്ന് നോക്കാം. D equal to A തീറ്റ എന്ന് പറയുന്നത്, ഇത് തീറ്റ ആകുമ്പോൾ ഇവിടെ തീറ്റ ആയിരിക്കും, ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്. സോ ഇത് തീറ്റ ആകുന്ന സമയത്ത് നമ്മളൊരു ആർക്ക് എടുക്കുകയാണെങ്കിൽ ആംഗിൾ is equal to ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എടുക്കാം. ദിസ് ഈസ് ദ ആംഗിൾ ആൻഡ് യുവർ ആർക്ക് വിൽ ബി D by A. ഓക്കെ, സോ തീറ്റ ഈക്വൽ ടു D by D is the arc divided by A. നിങ്ങളിതൊരു സർക്കിളായിട്ട് എടുത്ത് ഇങ്ങനെ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് A എടുക്കുക, അതിൻ്റെ ആർക്കായിട്ട് D എടുക്കുക. സോ തീറ്റ is equal to ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് D by A എന്ന് കിട്ടും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് തീറ്റ is equal to D by A ആണ്. സോ D equal to A തീറ്റ എന്ന് എഴുതാം. ഇപ്പോൾ ഇത് രണ്ട് റിലേഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇതിന്ന് തീറ്റ ബൈ 2 is ഡെൽറ്റ. ഓക്കെ, സോ ഡെൽറ്റയ്ക്ക് നമ്മൾ തീറ്റ ബൈ 2 എന്ന് എഴുതി. തീറ്റ ബൈ 2 is ഡെൽറ്റ. തീറ്റയ്ക്ക് എന്ത് എഴുതാം? തീറ്റയ്ക്ക് D by A എന്ന് എഴുതാം. സോ D by A, ഈ 2 ഇവിടെ ഉള്ളത് 2 is equal to mu minus 1 into alpha എന്ന് എഴുതാം. ഇവിടുത്തെ ഡെൽറ്റ ആണത്. ഡെൽറ്റ is equal to തീറ്റ ബൈ 2. ഡെൽറ്റ is equal to തീറ്റ ബൈ 2 is equal to D by തീറ്റ is D by A. So D by 2A is equal to mu minus 1 into alpha. Then D equal to 2A into mu minus 1 into alpha എന്ന് വരും. D is equal to 2A into mu minus 1. ഇത് 2A ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു. സോ ഡിക്ക് നമുക്ക് നമ്മൾ പ്രിസം പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടും. പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണിത്. ആൻഡ് ആൽഫ ഇസ് ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദി പ്രിസം. ബൈപ്രിസത്തിൻ്റെ റിഫ്രാക്റ്റിംഗ് ആംഗിളാണ്. എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദി ബൈപ്രിസം. ഓക്കെ, അപ്പോൾ ഡിക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. എക്സ്പെരിമെൻ്റലി നമ്മൾ എങ്ങനെ ഡി കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഡിയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അല്ലേ. മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസമാണ്. ആൽഫ എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് ആംഗിളാണ്. ഇത് രണ്ടും ഒരു പ്രിസത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെൻ്റ് വെക്കുന്ന സമയത്ത് സോഴ്സും നിങ്ങൾ ബൈപ്രിസും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ലെൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇതിന് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സ്മോൾ ഡി കാണാൻ പറ്റും. ഓക്കെ, സോ ലാംഡ is equal to ബീറ്റ സ്മോൾ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ആണ്. നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാം, വേവ് ലെങ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ. ലാംഡ ഡി ബൈ സ്മോൾ ഡി ആണ് ബീറ്റയുടെ ഇക്വേഷൻ. ഇത് മാറ്റി എഴുതി. ബീറ്റ നമ്മൾ ഐ പീസിൽ നിന്ന് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചു. സ്മോൾ ഡി നമുക്കിപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. 2A into mu minus 1 into alpha. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ് ആൻഡ് ദി സ്ക്രീൻ ആണ്. ഓക്കെ,
അപ്പം നമുക്ക് സ്മോൾ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലെൻസ് വെച്ചിട്ടുണ്ട് കോൺജുഗേറ്റ് പൊസിഷൻസ് ഒക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻ്റലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സോ വിത്ത് ദിസ് we have completed the Fresnel's biprism. In the next class we will see the Fresnel's two mirror arrangement to produce interference pattern. Okay, thank you.